അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ മുർഷിദിൻ്റെ ഈ ചർച്ചയിൽ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുഅറാ ഉൽ മുഹ്ദറമീൻ എന്നുള്ള വിഷയമാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഞാൻ ആദ്യമൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇംറുൽ ഖൈസൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോൾ തോന്നുന്നത്, ഇപ്പോൾ തീരുമാനിക്കുന്നത് PSCക്ക് വേണ്ടിയിട്ട് ബേസിക് മാത്രം മതിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ നെറ്റിനൊക്കെ വേണ്ടി ഒരുപാട് ഡീപ്പായിട്ട് വേണമെന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അഡ്മിൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തരാം. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമാണ് പറയുന്നത്. അശ്ശുഅറാ ഉൽ മുഹ്ദറമീൻ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലും ഇസ്ലാമിയത്തിലും ജീവിച്ച കവികളാണ്, നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ടവർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അൽ ഖൻസാ, കഅബ് ഇബ്നു സുഹൈർ, അൽ ഹുതൈയ. ആദ്യമായിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഹുവ അബുൽ വലീദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇബ്നു മുന്ദിർ അൽ ഖസ്റജി അൽ അൻസ്വാരി. അദ്ദേഹം അൻസ്വാരിയാണ്, അൻസാർ സ്വഹാബിയാണ്. അതേപോലെ ഖസ്റജ് കബീലയിൽപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലഖബ് ഷാഇറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ട കവിയാണ് അദ്ദേഹം. ഇമ്പോർട്ടൻ്റ് ആണ്. ഷാഇറുൽ ഇസ്ലാം, ഷാഇറുൻ അറബിയുൻ, ഷാഇറുൻ മിനൽ അൻസ്വാർ, ഹുവ സ്വഹാബിയുൻ. ഒന്നും വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ജനിച്ചതും മരിച്ചതും മദീനയിലാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ചത് കൃത്യമായിട്ടൊന്നും എവിടെയും പറയുന്നില്ല. ജാഹിലിയത്തിൽ ഇസ്ലാമിയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. മരിക്കുന്നത് ഹിജ്റ 54 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കബീലത്ത് ഖസ്റജ്, കുനിയത്ത് അബുൽ വലീദ്, അബു ഹസ്സാൻ. അതൊന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഹസ്സാൻ എന്നല്ല, അബു ഹസ്സാം എന്നാണ്, ലാസ്റ്റ് മീമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ ഉപ്പൻ്റെ പേര് സാബിത്ത് ബിൻ മുന്തിർ, ഉമ്മ ഫുസൈഅ ബിൻത്ത് ഖാലിദ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സീരീൻ ബിൻത്ത് ഷംഊൻ. ഈ സീരീൻ ബിൻത്ത് ഷംഊന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയായിരുന്നു. റസൂൽ അദ്ദേഹത്തിന് നൽകുകയാണ്, സമ്മാനമായിട്ട് നൽകുകയാണ്. ഈ സീരീൻ ബിൻത്ത് ഷംഊൻ എന്നത് റസൂലിൻ്റെ ഭാര്യയായ മാരിയത്തുൽ ഖിബ്തിയയുടെ സഹോദരിയാണ് എന്നും പറയുന്നു. അതൊന്ന് മനസ്സിലാക്കട്ടോ. അദ്ദേഹത്തിൻ്റെ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസ്സാൻ. അതുപോലെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ബനി നജ്ജാറിൽപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ റസൂലിൻ്റെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ അഹ്വാലിൽപ്പെട്ട കുടുംബമാണ് ബനി നജ്ജാർ. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റാവി അബു സഈദ് ശുക്രിയാണ്. പിന്നെ അദ്ദേഹം 120 കൊല്ലം ജീവിച്ചു എന്നാണ് പറയുന്നത്. 60 കൊല്ലം ജാഹിലിയത്തിലും 60 കൊല്ലം ഇസ്ലാമിയത്തിലും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഹജായിലാണ്. അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് തവണ പല സ്ഥലത്തും ചോദിച്ച ചോദ്യമാണ്, ഹൊസാസന രാജകുടുംബത്തെ മദ്ഹ് ചെയ്ത കവി ആരാണ് എന്ന അർത്ഥത്തിൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഈ ഹൊസാൻ രാജാക്കന്മാർ അറിയപ്പെട്ടത് ആലു ജഫ്ന എന്നാണ്. ആ ഒരു കുടുംബത്തെയും, അതേപോലെ നുഅ്മാൻ ഇബ്നു മുന്തിർ ഹീറയിലെ മലിക്കാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ അദ്ദേഹം ജാഹിലിയത്തിലൊക്കെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഖൈസ് ഇബ്നു ഖത്തീമുമായിട്ട് അദ്ദേഹത്തിന് ഖുസൂമാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഷിഅർ, കവിതാപരമായ സംഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രത്തെ പ്രതിനിധീകരിച്ച്, ഖൈസ് ഔസ് ഗോത്രത്തെ പ്രതിനിധീകരിച്ച് പല സാഹിത്യപരമായ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഖുസൂമാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നാബിഗയോട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഖൗലാണ് അന അശ്അറു മിൻക വ അബീക എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നാബിഗയും ഖൻസാവും ഹസ്സാൻ റളിയല്ലാഹു അൻഹുവും, ഈ 3 ആളുകളും കൂടി നിൽക്കുന്ന സമയത്ത്, ഉഖാള ചന്തയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഒരുപാട് തർക്കങ്ങളും ഒരുപാട് സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ഇതുപോലൊരു ഖൗല് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന അശ്അറു മിൻക വ മിൻഹ എന്ന് പറയുന്നുണ്ട്. അവിടെ ചോദിക്കാറുണ്ട്, ആ മിൻക ആരാണ്? മിൻക നാബിഗയാണ്, മിൻഹ എന്നത് ഖൻസ ആണ്. അപ്പോൾ ഈ ഖൻസായിനെയും നാബിയെയും നോക്കിക്കൊണ്ടാണ് പറയുന്നത് അന അശ്അറു മിൻക വ മിൻഹ. അങ്ങനെ 2 റിപ്പോർട്ടുണ്ട്. ഒന്ന് നാബിഗയോടും ഒന്ന്
നാബിഗയോടും ഹൻസായിനോടും. അതും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അബൂ ഉബൈദ എൻ്റെ ഒരു കൗലുണ്ട്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫള് 3 കാര്യത്തിലാണ്. കാന ഷാഇറുൻ അൻസാരിയുൻ ഫിൽ ജാഹിലിയ്യ വ ഷാഇറുൻ നബിയുൻ ഫിൻ നുബുവ വ ഷാഇറുൽ യമനിയീൻ ഫിൽ ഇസ്ലാം. ജാഹിലിയത്തിൽ അൻസാരികളുടെ ഷായിറായിരുന്നു, നുബുവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷായിറാണ്, ഇസ്ലാമിയ കാലഘട്ടത്തിൽ യമനികളുടെ ഷായിറാണ് എന്നർത്ഥത്തിൽ ഒരു കൗല്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മുബറദ് കാമിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊടുത്ത ഒരു കൗലുമുണ്ട്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ 6 ആളുകൾ, കുടുംബ പരമ്പരയിലെ 6 ആളുകൾ കവികളായിരുന്നു എന്നർത്ഥത്തിൽ. വഹും സഈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസ്സാൻ ബിൻ സാബിത്ത് ബിൻ മുൻദിർ ബിൻ ഹർത്തം. ആ കുടുംബ പരമ്പരയിലെ 6 ആളുകൾ കവികളായിരുന്നു എന്നർത്ഥത്തിൽ മുബറദ് കാമിലിൽ പറഞ്ഞ ഒരു കൗലും. അത് അത്ര ഇമ്പോർട്ടൻ്റ് എവിടെയും കണ്ടിട്ടുമില്ല. പിന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഉമ്മീയ് ബാധിച്ചിട്ടുണ്ട്. അവിടെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് തിരുത്തണം. പെട്ടെന്ന് ചെയ്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. അദ്ദേഹത്തിന് ഉമ്മീയ് അന്ധത ബാധിച്ചിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അതൊന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കൗലുകളും ഒരുപാട് സംഭവങ്ങളും ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അദ്ദേഹത്തിന് മദീന പള്ളിയുടെ ഒരു മൂലയിൽ അദ്ദേഹത്തിന് ഷിഅർ പാടാനുള്ള മിമ്പർ വരെ അനുവദിച്ചു കൊടുത്തിരുന്നു. അത്രത്തോളം സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ദഅവത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഷായിറാണ് അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, മാ യംനഉ ലദീന നസ്റുല്ലാഹ വറസൂലഹു ബി അസ്ലിഹതിഹിം അൻ യൻസുറു ബി അൽസിനതിഹിം. നിങ്ങൾ റസൂലിനെയും അള്ളാഹുവിനെയും നിങ്ങളുടെ വാള് കൊണ്ട് സംരക്ഷിക്കുന്നുണ്ട്, ആ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നാവ് കൊണ്ട് സംരക്ഷിച്ചുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് ഷിഅർ പാടിക്കൊണ്ട് അള്ളാഹിനെയും റസൂലിനെയും സഹായിച്ചുകൂടെ എന്ന് റസൂൽ ചോദിക്കുന്ന സമയത്ത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, അനലഹ, ഞാൻ അതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇസ്ലാമിനെയും അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ സഹായിക്കാൻ തൻ്റെ ഷിഅർ കൊണ്ട് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹസ്സാൻ മുന്നിട്ടിറങ്ങുന്നത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്സാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരുപാട് കൗലുകൾ വരുന്നുണ്ട്, ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നുണ്ട്. റസൂൽ ചോദിക്കുന്നുണ്ട്, കൈഫ തഹ്ജൂഹും അനമിൻഹും, ഖുറൈശികളെ എങ്ങനെയാണ് ഈ ഹജാഗ് ചെയ്യുക, കാരണം ഞാനും ഓരയിൽപ്പെട്ട ആളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹസ്സാൻ നൽകുന്ന മറുപടിയുണ്ട്. ആ സമയത്ത് വീണ്ടും റസൂൽ നൽകുന്ന മറുപടിയുണ്ട്, അഹുജുഹും വമഅക റൂഹുൽ ഖുദുസ്, അതായത് ധൈര്യമായിട്ട് ഹജ്ജാഗ് ചെയ്തു, അതിൻ്റെ ഒപ്പം ജിബ്രീലുണ്ട് എന്ന അർത്ഥത്തിൽ റസൂലിൻ്റെ കൗല്. അങ്ങനെ ഒരുപാട് കൗലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ ഫേമസ് ആയ 2 ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് PSCക്കൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നെറ്റിന് 2 തവണ അത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് പോയിന്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ട്.